ഈ ഒരു കറി നല്ല കുറുകി എടുക്കുന്ന ഒരു കറിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് പ്ലീസ് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് 1 കിലോ ചിക്കനാണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചെറിയുള്ളി പേസ്റ്റും ഇത് 3ഉം കൂടെ ചതച്ചിട്ട് എടുത്തതാണ്. ഇനി നമ്മളിതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നന്നായി എരിവുള്ളൊരു 3-4 പച്ചമുളക് എടുക്കാം. അതും കൂടി നന്നായി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 2 സവാള മീഡിയം സൈസിലുള്ളത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നൈസായി അരിഞ്ഞിട്ട് വേണം ഇതെടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ഒരു 2 മിനിറ്റിന് ശേഷം ഇതിലോട്ട് നന്നായി പഴുത്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയിട്ടെടുക്കുക. സവാളയെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വെന്തൊടയേണ്ട ഒരു ഹാഫ് വേവിലായി തീർന്നാൽ മാത്രം മതി. ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല എരിവാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നന്നായി എരിവുള്ള മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ ചിക്കൻ ആകുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി പറ്റില്ല. അപ്പോൾ അതിന് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല മസ്റ്റായിട്ട് തന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൂടെ തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിലേറെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അത് ഉപ്പ് കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ചേർത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തെടുക്കുന്ന മുമ്പായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് വെള്ളം ചേർത്തിട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തെടുക്കേണ്ടത് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് കറിയായിട്ട് പോവും. ഇത് നല്ല കുറുകിയ ചാറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ 1 കപ്പ് കണക്കാക്കിയിട്ട് ചേർത്തിട്ട് കൊടുക്കുക. എന്നാൽ തന്നെ നമ്മൾ ഉള്ളിയിൽ നിന്നുള്ള ആ ഒരു വെള്ളം ഇറങ്ങി വരും. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കനെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾ നല്ല എരിവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. ഇത് ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 2 രീതിക്ക് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടത്, ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നാൽ മതി. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചിട്ട് എടുക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് ലോ ഫ്ലെയിമിലായിട്ടായാലും നമുക്ക് വെള്ളത്തിൽ കൂടിപ്പോവും. അതിനോട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം 10 മിനിറ്റിന് ശേഷം നമ്മൾ മീഡിയത്തിലിട്ട് ആക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ ഒരു കുറുകിയ ചാറ് ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. ഇനി ഒരു തയ്യാറായി വരുമ്പോൾ മാത്രം നമ്മൾ മൂടി തുറന്നിട്ട് ഇനി നമ്മൾ ഇത് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ കുറുകിയ ചാറ് എടുക്കുകയാണ്. ഇതിൻ്റെ കുറുകിയ ഒരു കറിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുടെ കുറുകിയ മുഗലായി ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ഊണിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കൂടുതലായിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ.
ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം, മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.